എന്താ പോലെ നിങ്ങളെ ക്യാപ്റ്റൻ കളി കഴിഞ്ഞിട്ട് പറയണേ എന്താണ്ടായി എനിക്കും മനസ്സിലായിട്ടില്ല. ഇതാണ് DC. ഒന്നിനും ഒരു പിടിയില്ല. 75 റണ്ണായപ്പോ ഓൾ ഔട്ട് ആയി. ഞങ്ങള് 75 ആൾ ഔട്ട് ആയിട്ടുള്ളൂ. എന്താ 75 ഓൾ ഔട്ട് ആയാലും കളി പെട്ടെന്ന് തീർന്നു. ഇവിടെ 49 ആൾ ഔട്ട് ആയ 49 ആൾ ഔട്ട് ആയ ടീമൊക്കെ ഉണ്ട്. അതേതാ കാലം? അതേതാ കാലം? ഏതാ ടീം? ഞാൻ പറയട്ടെ, അത് ഇപ്പൊ ഇങ്ങനെ പറയാനില്ല. കാരണം നിങ്ങൾ ഇന്നലെ അന്നത്തെ കാലാണ് നിങ്ങൾ ഇന്നലെ 30 ഓൾ ഔട്ട്. എന്താ അറിയോ, അന്ന് ഇമ്പാക്ട് സബ് ഇല്ല. നിങ്ങൾക്ക് ആകെ അടിച്ചത് ആ ഇമ്പാക്ട് സബ് ഓറല് പോറിപ്പോയതാ. അതെന്താണ്, ഇമ്പാക്ട് സബ് റൂൾ വന്നുകൊണ്ട് അന്ന് ഇമ്പാക്ട് സബ് ഒന്നും ഇല്ലാതെ ഉണ്ടെങ്കിൽ ഞങ്ങളും അതിന്റെ ഇടയിൽ ഒരു ബാറ്റർ ഇറക്കും, 49 ഓൾ ഔട്ട് ആവൂല. ഇത് ഇമ്പാക്ട് സബ് ഉള്ളതുകൊണ്ട് മാത്രം കേച്ചിലായി, അത്ര തന്നെ ഉള്ളൂ. അതാത് സമയത്തുണ്ടാകുന്ന നിയമങ്ങൾക്കനുസരിച്ചാണ് കളി എടുക്കുക. അത് പറഞ്ഞു കാണും. 49 ആരാ ആൾ ഔട്ട് ആയത്? നിങ്ങളുടെ ടീമാണ്. അതൊന്ന് ആ റെക്കോർഡ് ഞങ്ങൾ തകർത്തില്ലല്ലോ. അതാണ് ഞങ്ങള് 17 ഒരു കഥയും പറഞ്ഞു വന്നൊക്കെ ഇന്നലെ 75 ഓൾ ഔട്ട് ആയിക്കാണ്ട് 9 വിക്കറ്റിന് തോറ്റുകാണ്ട് 7ാമത്തെ പോയിക്കാണ്ട് വേറെ റെക്കോർഡ് ഉണ്ടായിരുന്നില്ല. എന്താണ്, 8 റണ്ണായപ്പോ 6 വിക്കറ്റ് പോയിക്ക. IPL ഒരു ടീമിനും അങ്ങനെ അങ്ങനെ സിംഗൊക്കെ കിട്ടിയ അതാണ് കഥ. നിങ്ങളെ പഞ്ചാബ് കിങ്സാന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഞങ്ങളെ കണ്ടപ്പോ അല്ലെ. അവിടെ 264 അടിച്ചെന്നുള്ള ദമ്മിലല്ലേ. ആരെ പിച്ചാണിത്? ആരെ ഗ്രൗണ്ടാണ്? നിങ്ങളെ ഗ്രൗണ്ട്, നിങ്ങളെ പിച്ച്. അവിടെ നിങ്ങള് 8 റൺ എടുത്തപ്പോ 6 വിക്കറ്റ് അങ്ങോട്ട് പോയി. നാണം കെട്ട് വല്ലാത്തൊരവസ്ഥ. എന്നിട്ട് ഇങ്ങനെ ഒരു ന്യായീകരിക്കാനുമാണ് ഇത്തിരി ഉളുപ്പ്. ഞങ്ങള് 49 ഓൾ ഔട്ട് ആയതൊക്കെ ശരി, അത് പണ്ടത്തെ കാലത്ത്. അന്ന് 12 ആൾക്കാരില്ല, ഇതിപ്പോ 12 ആൾക്കാരെ കളിച്ചിട്ട് പോയപ്പോ ഒരു ബാറ്റർ ഇമ്പാക്ട് സബ് ഇറക്കി കഴിച്ചിലാക്കി. ഇനിയിപ്പോ 49 30 ഓൾ ഔട്ട് ആവൂല. കാരണം അതിന്റെ അടുത്ത് ഒരു ബാറ്റർ ഇറക്കാലെ. പിന്നെ അപ്പൊ അതും പറഞ്ഞിട്ട് വരണ്ട. ഒരാളും കൂടി അധികം ഫസ്റ്റ് പിച്ചിന്ന് കിട്ടിയ കുറച്ച് നിങ്ങള് ഭയങ്കര റണ്ണാണ് അടിച്ചേ. 75. അതുകൊണ്ടാണ് ആ ഒരു 4-5 ഓവറിൽ അത്രയും വിക്കറ്റ് പോയത്. ഇല്ലെങ്കിൽ ഞങ്ങൾ നിൽക്കുമല്ലോ. ഇതെന്താ ബാക്കി ഓവറിൽ നിങ്ങൾ നിൽക്കാഞ്ഞി? അത്രയും വിക്കറ്റ് ആയതോട് കൂടി ഞങ്ങൾക്ക് പ്രഷറായി. നിങ്ങൾ 75 ഓൾ ഔട്ട് ആയി. അതൊരു റിയാലിറ്റിയാണ്. അതാണ് ഉൾക്കൊള്ളി. റിയാലിറ്റി. നിങ്ങൾ 49 ആൾ ഔട്ട് ആയിക്കണേ. ഏതോ കാലത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കാര്യമില്ല. നിങ്ങൾ കപ്പില്ലാത്ത ഒരു ടീമാണെന്നും ഞങ്ങൾ കപ്പുള്ള ടീമാണെന്നുള്ളതും ഒരു റിയാലിറ്റിയാണ്. അത് നിങ്ങൾ മറക്കാതിരിക്കുന്നത് നല്ലതാ. ഞങ്ങൾ നിലവിലെ ചാമ്പ്യന്മാരാന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. ഒരു കളിക്കാരൻ കോഹ്ലിയാണെന്നുള്ളതും ഒരു റിയാലിറ്റിയാണ്. അതൊന്നും ആരും മറക്കണ്ട.